ക്വസ്റ്റ്യൻ കാൽബൈശാഖി എന്നത് ഓപ്ഷൻസ് എ കാറ്റ്, ഓപ്ഷൻ ബി നൃത്തം, ഓപ്ഷൻ സി മേഘം, ഓപ്ഷൻ ഡി ഉത്സവം. ആൻസർ ഓപ്ഷൻ എ കാറ്റ്. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ലു. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ലു. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശിക വാദം മാംഗോ ഷവർ. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ. ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. അപ്പോൾ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദങ്ങൾ മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ് ലു. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ. ഏപ്രിൽ മഴ, വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം. ഉഷ്ണക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ കാറ്റും മഴയും നോർവെസ്റ്റർ. ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ കാറ്റും മഴയും നോർവെസ്റ്റർ. നോർവെസ്റ്റർ ബംഗാളിൽ കാൽബൈശാഖി എന്നും അസമിൽ ബർദോയി ചില എന്നും അറിയപ്പെടുന്നു. നോർവെസ്റ്റർ ബംഗാളിൽ കാൽബൈശാഖി എന്നും അസമിൽ ബർദോയി ചില എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസം. ഉഷ്ണകാലത്ത് വൈകുന്നേരങ്ങളിൽ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ കാറ്റും മഴയും നോർവെസ്റ്റർ. നോർവെസ്റ്റർ ബംഗാളിൽ കാൽബൈശാഖി എന്നും അസമിൽ ബർദോയി ചില എന്നും അറിയപ്പെടുന്നു. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയും കാറ്റും കാൽബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയും കാറ്റും കാൽബൈശാഖി. ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്നത് കാൽബൈശാഖി. ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്നത് കാൽബൈശാഖി. കാൽബൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. കാൽബൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. അപ്പോൾ ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയും കാറ്റും കാൽബൈശാഖി. ബംഗാളിലെ തേയില, ചണം, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്നത് കാൽബൈശാഖി. കാൽബൈശാഖി കാറ്റിൻ്റെ പ്രത്യേകത അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. അടുത്ത ക്വസ്റ്റ്യൻ അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻസ് എ കാട്ടുകഴുത, ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഓപ്ഷൻ സി ഹിപ്പോപ്പൊട്ടാമസ്, ഓപ്ഷൻ ഡി സിംഹം. ആൻസർ ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം കാസിരംഗ നാഷണൽ പാർക്ക്, അസം. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം കാസിരംഗ നാഷണൽ പാർക്ക്, അസം. ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം, ഗുജറാത്തിലെ ജുനഗഡ് ജില്ല. ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം, ഗുജറാത്തിലെ ജുനഗഡ് ജില്ല. ഹിമപ്പുലി സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം, ലഡാക്ക്. ഹിമപ്പുലി സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം, ലഡാക്ക്.
അപ്പോൾ ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം കാസിരംഗ നാഷണൽ പാർക്ക്, അസം. ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം, ഗുജറാത്തിലെ ജുനഗഡ് ജില്ല. ഹിമപ്പുലി സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം, ലഡാക്ക്. കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ദച്ചിങ്ങാം ദേശീയോദ്യാനം. കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ദച്ചിങ്ങാം ദേശീയോദ്യാനം. ലവണ ജലതടാകങ്ങളിൽ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രം ബിത്താർ കനിക ദേശീയോദ്യാനം. ലവണജല തടാകങ്ങളിൽ അല്ലെങ്കിൽ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രം ബിത്താർ കനിക ദേശീയോദ്യാനം. അപ്പോൾ കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ദച്ചിങ്ങാങ് ദേശീയോദ്യാനം. ലവണജല തടാകങ്ങളിൽ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രം ബിത്താർ കനിക ദേശീയോദ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഓപ്ഷൻസ്: എ മാനസ് ദേശീയോദ്യാനം, ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം, ഓപ്ഷൻ സി ജൽദപ്പാറ ദേശീയോദ്യാനം, ഓപ്ഷൻ ഡി ഡച്ചിങ്ങാം നാഷണൽ പാർക്ക്. ആൻസർ ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൻ ആൻഡമാൻ ദേശീയോദ്യാനം. സൗത്ത് ബട്ടൻ ആൻഡമാൻ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം, സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം, സിക്കിം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൻ ആൻഡമാൻ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം, സിക്കിം. ഇന്ത്യയിൽ 105-ാമതായി നിലവിൽ വന്ന ദേശീയോദ്യാനം ഡെയിം പാറ്റ്കായ് നാഷണൽ പാർക്ക്, അസം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റീൻ സെൻറ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം കൈബുൾ ലാംചോ ലോക്താക് തടാകം, മണിപ്പൂർ. അപ്പോൾ ഇന്ത്യയിൽ 105-ാമതായി നിലവിൽ വരുന്ന ദേശീയോദ്യാനം ഡെയിം പാറ്റ്കായ് നാഷണൽ പാർക്ക്, അസം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റീൻ സെൻറ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനം കൈബുൾ ലാംചോ ലോക്താക് തടാകം, മണിപ്പൂർ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നംദഫ ദേശീയോദ്യാനം, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നംദഫ ദേശീയോദ്യാനം, അരുണാചൽ പ്രദേശ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബനാർഘട്ട, കർണാടക. ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബനാർഘട്ട, കർണാടക. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ഓറങ് ദേശീയോദ്യാനം, അസം. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം, അസം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നംദഫ ദേശീയോദ്യാനം, അരുണാചൽ പ്രദേശ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബനാർഘട്ട, കർണാടക. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം, അസം. വിദർഭയുടെ രക്തം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര.